നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BSNLൻ്റെ 107ൻ്റെ പ്ലാൻ പലരും റീചാർജ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലർക്കും BSNLന് 107 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് അത് കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മ് ഇപ്പോൾ കട്ടായി 7 ദിവസത്തിനുള്ളിൽ റീചാർജ് ചെയ്തില്ലെങ്കിൽ, അതായത് പ്ലാൻ വാലിഡിറ്റി തീർന്ന് 7 ദിവസത്തിനുള്ളിൽ റീചാർജ് ചെയ്തില്ലെങ്കിൽ നമുക്കിപ്പോൾ 107ൻ്റെ പ്ലാന് വർക്കാവത്തില്ല. പിന്നെ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 147 ചെയ്യേണ്ടി വരും. അതാണ് പലർക്കും കിട്ടാത്തത്. അതായത് ഇന്നാക്റ്റീവ് 2-ലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്മ് 107ൻ്റെ പ്ലാൻ വർക്കാവത്തില്ല. ഇന്നാക്റ്റീവ് 2-ൽ കിടക്കുന്ന സിമ്മിനെല്ലാം 147 റീചാർജ് ചെയ്യേണ്ടി വരും. ഇത് പലരും പറഞ്ഞു 147 രൂപയുടെ ഓഫറാണ് പലർക്കും കിട്ടുന്നത്, 107 രൂപയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം നേരത്തെ അങ്ങനെയൊന്നുമില്ല. ഈ ജൂലൈ 1 മുതൽ അവർ ഈ ഓഫറിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ കട്ടായി കിടക്കുന്ന സിമ്മിനൊക്കെ മൊത്തത്തിൽ ഉപയോഗിക്കാതെ കട്ടായി കിടക്കുന്ന സിമ്മിനൊക്കെ ഇന്നാക്റ്റീവ് 2-ൽ കിടക്കുന്ന സിമ്മും എല്ലാം അവർ 147 റീചാർജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി റീചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നാക്റ്റീവ് 2-ലേക്ക് സിമ്മ് പോകാതെ നിങ്ങൾ നോക്കുക. അതായത് പ്ലാൻ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 107ൻ്റെ പ്ലാൻ തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.